അബ്ബ എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണൽ സപ്പോർട്ടാണ്. അബ്ബ ഇമോഷണൽ സപ്പോർട്ടാണ്. പിന്നെ എപ്പോഴും ഗേൾ ചൈൽഡ് എപ്പോഴും അവരുടെ ലൈഫിലെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്ന ഫാദറാണ്. അപ്പം കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും കൂടുതൽ വളർന്നു വരുമ്പോൾ അബ്ബയായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ്. മമ്മി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എന്തും പറയാം. കുട്ടിക്കാലം മുതൽക്കേ നമുക്ക് അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ. അമ്മ എന്ന് പറയുന്ന ഒരു അങ്ങനെയാണല്ലോ. അതിൻ്റെ ചിറകൾക്കടിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും നമുക്ക് ടെൻഷനോ ഒന്നുമില്ല. ഞാനൊന്ന് പതറിയാൽ മമ്മിക്ക് മനസ്സിലാവും. അങ്ങനെ ആണ് ആ ഒരു ബോണ്ട് എന്നുള്ളത്. അപ്പോൾ അബ്ബയും മമ്മിയും ഈ പറഞ്ഞ 2 പില്ലേഴ്സ് തന്നെയാണ് എൻ്റെ ലൈഫിൽ. പക്ഷെ മമ്മിയാണ് കൂടുതൽ ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ആ കരിയറിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, പ്രശ്നങ്ങളല്ല ലൈക്ക് ഓരോ പടവുകൾ എങ്ങനെയാണ് പോകേണ്ടത് എന്നും പറഞ്ഞ് സ്കൂളിൽ കോമ്പറ്റീഷൻ ഒക്കെ നടക്കുമ്പോഴൊന്നും വരത്തില്ല. അങ്ങനെയൊന്നും എന്തിലേക്ക് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളല്ല. പോയി സ്വന്തമായിട്ട് ചെയ്തിട്ട് വരൂ, ആ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുത്തിട്ടുണ്ട്. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ബസ് കയറിപ്പോയി, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പഠിച്ച് തിരിച്ച് വീട്ടിൽ വരണം. അപ്പം ആദ്യം കൂടെ വരും, പിന്നീട് ഒറ്റയ്ക്ക് പോകണം. അങ്ങനെയുള്ള ട്രെയിനിങ്. പിന്നെ കുക്കിംഗ് സ്വന്തമായിട്ട് 6th പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് ഫിഷൊക്കെ ഉണ്ടാക്കാൻ വീട്ടിൽ ട്രെയിനിങ്. മമ്മി ടീച്ചറാണല്ലോ, അപ്പോൾ രാവിലെ പോവും. അപ്പോൾ പെൺകുട്ടികളാണ്, ആരുടെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സസും മമ്മി തന്നിട്ടുണ്ട്.